അങ്ങനെ തന്റെ ജാതകത്തിൽ സ്ത്രീദോഷമുണ്ടെന്നും താൻ കാരണം അനിയന്മാരുടെ എല്ലാം ഭാവി തകരുമെന്നുമുള്ള ജോത്സ്യന്റെ ആ വാക്കുകൾ സുഭാഷിനെ ഒരു ഘട്ടത്തിൽ ആകെ തളർത്തി കളയുന്നുണ്ട്. മാനസികമായിട്ട് ആകെ തകർന്ന സുഭാഷ് ആകട്ടെ രാത്രിയിൽ വീട്ടുകാർക്കായിട്ട് ഒരു കത്ത് എഴുതി വെച്ച് ആരും അറിയാതെ കിളിക്കൂട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന വരെ ഉണ്ട് കേട്ടോ. രാവിലെ നിധിയാണെങ്കിൽ ആ കത്ത് വായിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയി. ഉടനെ തന്നെ സുഭാഷിനെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ അവള് ഭാസ്കരനെയും അനിയന്മാരായ ഹരീഷിനെയും നികേഷിനെയും സുധീഷിനെയും ഒക്കെ പല വഴിക്കായിട്ട് പറഞ്ഞു വിടുന്നു. സുധീഷ് നേരെ പോയത് സുഭാഷിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന അവിനാഷിന്റെ അടുത്തേക്കാണ്. രാവിലെ മുതൽ സുഭാഷ് ഏട്ടനെ കണ്ടിട്ടില്ലെന്നും ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെന്നും സുധീഷ് പറയുമ്പോൾ അവിനാഷിന് ഒന്നും അറിയില്ലായിരുന്നു. സുഭാഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്നും മടങ്ങുന്നു. മറുഭാഗത്ത് ഹരീഷും നികേഷും ബസ് സ്റ്റാൻഡുകളിലും പരിചിതമായ ഇടങ്ങളിലുമെല്ലാം അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ പെട്ടെന്നാണ് ഭാസ്കരന്റെ മനസ്സിലേക്ക് ജോത്സ്യൻ പറഞ്ഞ ആ ശാപവാക്കുകൾ വീണ്ടും വന്നു നിറഞ്ഞത്. ഏതായാലും സുഭാഷിനെ എല്ലായിടത്തും അന്വേഷിച്ച് പരാജയപ്പെട്ട് ഒടുവിൽ എല്ലാവരും നിരാശയോടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സുഭാഷേട്ടൻ തിരിച്ചു വന്നോ എന്ന അവരുടെ ചോദ്യത്തിന് മുന്നിൽ നിധിക്ക് ഇല്ല എന്ന് മാത്രമേ മറുപടി ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രങ്ങളിലും ബീച്ചുകളിലും ജോലി സ്ഥലങ്ങളിലും എല്ലാം നോക്കിയിട്ടും ഏട്ടനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ സുധീഷും അനിയന്മാരും കണ്ണീരോടെ തകർന്നിരിക്കുകയാണ്. വീട്ടിൽ തിരിച്ചെത്തിയ ഹരീഷും നികേഷും ആകെ തളർന്നിരുന്നു. ഒന്നും മിണ്ടാതെ വിഷമിച്ച ഒരു മൂലയിലിരിക്കുന്ന നികേഷിനെ സുധീഷ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നെങ്കിലും അവന്റെ പേടി മാറുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിധി ഇടപെട്ട് നികേഷിന് കുടിക്കാൻ വെള്ളം നൽകി. നികേഷിനെ ഹരീഷിനെ ഏൽപ്പിച്ച് സുധീഷുമായി പോലീസ് സ്റ്റേഷനിലേക്ക് നിധിയും ചെല്ലുന്നുണ്ട്. സുഭാഷേട്ടനെ തിരഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് പറഞ്ഞ് സുധീഷ് വഴിമധ്യേ കരയുന്നുണ്ടായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തിയ നിധിയും സുധീഷും എസ് ഐയെ കണ്ട് പരാതി നൽകി. സുഭാഷ് എഴുതി വെച്ച കത്തും ഫോട്ടോയും എല്ലാം അവർ പോലീസിന് കൈമാറി. കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചറിയുന്നതിനിടെ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അച്ഛൻ ജയിലിൽ പോയ കാര്യത്തെക്കുറിച്ചും എല്ലാം മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ നിധി അതിനെ ശക്തമായി എതിർക്കുകയും തങ്ങൾ വന്നത് കേസ് കൊടുക്കാനാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സുഭാഷിന്റെ പ്രായവും മറ്റു വിവരങ്ങളും ചോദിച്ച ശേഷം ഫോട്ടോ എല്ലാ സ്റ്റേഷനുകളിലേക്കും അയക്കാൻ എസ് ഐ നിർദ്ദേശിച്ചു. തുടർന്ന് സുഭാഷിന് സുഹൃത്തുക്കളോ മറ്റു ബന്ധങ്ങളോ ഇല്ലെന്ന് മനസ്സിലാക്കിയ എസ് ഐ അയാൾ ജീവൻ ഒടുക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം എറിയുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ കാണാതായ ഒരാളെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം കൂടെ പോലീസ് പറഞ്ഞപ്പോൾ സുധീഷും നിധിയും അത് കേട്ട് ഭയന്നുപോയി. തങ്ങളുടെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അവർ കരഞ്ഞു പറഞ്ഞു. ഒടുവിൽ ഒരു പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ട എസ് ഐ തങ്ങളുടെ രീതിയിൽ അന്വേഷണം നടത്താമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയാണ്. സ്റ്റേഷനിൽ പരാതി എഴുതി ഒപ്പിട്ട് നൽകുമ്പോഴും നിധിയുടെ മനസ്സ് അശാന്തമായിരുന്നു. എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങൾ കേട്ട് പൂർണ്ണമായി തകർന്നുപോയ സുധീഷ് ആകട്ടെ ആരും അറിയാതെ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വിതുമ്പാൻ തുടങ്ങി. എന്റെ ഏട്ടൻ പോയി, എന്നെ വിട്ടുപോയി എന്ന് സ്വയം പറഞ്ഞ് അവൻ കരയുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞാണ് പുറത്തേക്ക് വന്ന നിധി കരഞ്ഞു തളർന്നിരിക്കുന്ന സുധീഷിനെ കാണുന്നത്. ഓടിച്ചെന്ന് സുധീഷിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും സുധീഷിന്റെ ഉള്ളിലെ ഭയം നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നിധി, ആ എസ് ഐ പറഞ്ഞത് നീ കേട്ടില്ലേ? ഏട്ടൻ ജീവനൊടുക്കി കാണുമോ? കിണറ്റിലും റെയിൽവേ ട്രാക്കിലും ഒക്കെ നോക്കാൻ പറഞ്ഞത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഏട്ടനെ ശ്രദ്ധിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടും ഞാൻ അത് കേൾക്കാതെ ഉറങ്ങിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ സ്വയം കുറ്റപ്പെടുത്തി പൊട്ടിക്കരയുകയാണ്. തന്റെ തോളിലേക്ക് വീണ് കൊച്ചുകുട്ടികളെ പോലെ കരയുന്ന സുധീഷിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിധി ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല സുധീഷ്. പോലീസുകാർ അവരുടെ രീതിയിൽ എല്ലാ സാധ്യതകളും ചിന്തിക്കുന്നതാണ്. നമ്മുടെ ഏട്ടൻ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം ഒരിക്കലും എടുക്കില്ല. നിങ്ങൾ അനിയന്മാരെ എല്ലാം മക്കളെ പോലെ നോക്കിയ ആളല്ലേ. നമ്മളെ വിട്ട് ഏട്ടന് എങ്ങും പോകാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് നിധി അവന് ധൈര്യം പകർന്നു. ഏട്ടൻ കൂടെയുള്ളപ്പോൾ അതിന്റെ വില നമ്മൾ അറിഞ്ഞില്ല നിധി. ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കഴിച്ചോ എന്ന് തിരക്കി സ്നേഹത്തോടെ ചോറ് വിളമ്പി തരുന്ന ഏട്ടനില്ലാത്ത ആ വീട്ടിലേക്ക് എനിക്കിനി എങ്ങനെ കയറി ചെല്ലാൻ കഴിയും എന്നിങ്ങനെ സുധീഷ് ചോദിച്ചപ്പോ നിധിയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. എങ്കിലും മനസ്സ് ദൃഢമാക്കി നിർത്തി അടുത്തുള്ള കടയിൽ നിന്നും വെള്ളം വാങ്ങി അവന് നൽകി നിധി പറയുകയാണ്, സുധീഷ് ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട. നാളെ ഈ സമയമാകുമ്പോൾ ഏട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പഴയതുപോലെ സന്തോഷമായി ജീവിക്കുകയും ചെയ്യും. അങ്ങനെ സുധീഷിന്റെ കണ്ണീരൊപ്പി അവനെയും കൂട്ടി നിധി കിളിക്കൂട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും നിരാശയോടെയും ഭയത്തോടെയും നിധിയും സുധീഷും കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി അതീവ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്ന സുധീഷിനെ വലിയ ആശങ്കയോടെയാണ് ഭാസ്കരൻ നോക്കി നിന്നത്. അവർ തിരിച്ചെത്തിയ ഉടനെ തന്നെ പോലീസുകാർ എന്താണ് പറഞ്ഞതെന്നറിയാൻ നികേഷ് ഓടിയെത്തി. നമ്മൾ പരാതി നൽകിയിട്ടുണ്ടെന്നും സുഭാഷേട്ടന്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനുകളിലേക്കും കൈമാറിയിട്ടുണ്ടെന്നും നിധി അവനെ പറഞ്ഞു മനസ്സിലാക്കി. എന്തെങ്കിലും വിവരമുണ്ടായാൽ പോലീസ് ഉടനെ അറിയിക്കുമെന്ന കാര്യവും അവൾ പങ്കുവച്ചു. എന്നാൽ ഈ നിമിഷങ്ങൾക്കിടയിലാണ് പെട്ടെന്ന് സുധീഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപരിചിതമായ ഒരു നമ്പറിൽ നിന്നായിരുന്നു ആ കോൾ. ഒരുപക്ഷെ സുഭാഷേട്ടൻ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്നും വിളിക്കുകയാണോ എന്ന പ്രതീക്ഷയോടെ സുധീഷ് വേഗം ഫോൺ എടുത്തു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ബാങ്കിൽ നിന്നും ലോൺ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുള്ള ഒരു പ്രൊമോഷൻ കോൾ ആയിരുന്നു അത്. മാനസികമായി തകർന്നിരിക്കുന്ന സമയത്തെ ആ ഫോൺ വിളി സുധീഷിനെ ആകെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു.
സുഭാഷേട്ടനില്ലാത്ത ആ വീട്ടിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഹരീഷും. താൻ വീണ്ടും പുറത്തുപോയി തിരയാമെന്ന് ഹരീഷ് നിർബന്ധം പിടിച്ചെങ്കിലും നമ്മൾ നോക്കാത്ത ഒരിടവുമില്ലടാ. ഇനി നീ കൂടെ എങ്ങോട്ടെങ്കിലും പോയാൽ നിന്നെ തെരഞ്ഞു നടക്കേണ്ടി വരും ഞങ്ങളെന്ന് പറഞ്ഞ് സുധീഷ് അവനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ഹരീഷ് അത് കേൾക്കാൻ കൂട്ടാക്കാതെ ബൈക്കും എടുത്ത് വീണ്ടും സുഭാഷിനെ തെരഞ്ഞ് ഇറങ്ങി തിരിച്ചു. ഹരീഷ് പോകുന്നത് നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീര് മുഴുക്കിയിരിക്കുകയാണ് സുധീഷും നികേഷും നിധിയും. തുടർന്ന് സുഭാഷിനെ കാണാതായ വാർത്തയറിഞ്ഞ് ഗംഗാധരനും ലളിതയും ഒക്കെ കിളിക്കൂട്ടിലേക്ക് എത്തുന്നുണ്ട്. നിധി അവരോട് ജാതക ദോഷത്തെക്കുറിച്ചും സുഭാഷ് എഴുതി വെച്ച കത്തിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. കത്ത് വായിച്ച ഗംഗാധരനാകട്ടെ ഇത് ഈ വീടിന്റെ ദോഷമാണെന്നും ഉടനെ തന്നെ ഈ വീട് ഒഴിഞ്ഞ് മാറണമെന്നും ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേഷ്യത്തോടെ വന്ന ഭാസ്കരൻ സുഭാഷിനെ ഇവരെന്തോ ചെയ്തതുകൊണ്ടാണ് അവൻ നാട് വിട്ടതെന്ന് കുറ്റപ്പെടുത്തി. വീട്ടിലങ്ങനെ അതും ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഏതായാലും രാത്രിയായിട്ടും അന്വേഷിക്കാൻ പോയ ഹരീഷും തിരിച്ചെത്താതിരുന്നതോടെ വീട്ടിൽ ആശങ്ക ഇരട്ടിച്ചു. നികേഷ് ആകെ തളർന്ന് മിണ്ടാതിരിക്കുന്നത് കണ്ട് നിധിയും സുധീഷും ഭയന്നുപോയി. ഇതിനിടയിൽ ഭാസ്കരൻ മറ്റൊരു സംശയം ഉന്നയിച്ചു. അതായത് സുഭാഷിനൊപ്പം ജോലി ചെയ്യുന്ന അവിനാഷിന്റെ സഹോദരി ചാന്ദിനിയോടൊപ്പം സുഭാഷ് ഒളിച്ചോടിയതാകാം എന്നതായിരുന്നു ഭാസ്കരന്റെ ഊഹം. ആദ്യം സുധീഷ് ഇത് ദേഷ്യത്തോടെ എതിർത്തുവെങ്കിലും രാവിലെ താൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവിനാഷിന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവവ്യത്യാസം സുധീഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരുപക്ഷെ ഏട്ടൻ അവിടെ കാണുമോ എന്ന പ്രതീക്ഷയിൽ സുധീഷ് രാത്രി തന്നെ അവിനാഷിന്റെ വീട് തിരഞ്ഞിറങ്ങി. അവിനാഷിന്റെ വീട്ടിലെത്തി സുധീഷ് ആ വീടിന്റെ വാതിലിൽ മുട്ടുമ്പോൾ കണ്ടത് അവിനാഷിനെയാണ്. ഉള്ളിൽ നിന്നും സുഭാഷിന്റെ ശബ്ദവും കൂടെ കേട്ടതോടെ സുധീഷ് അകത്തേക്ക് ഓടിക്കേറി. അവിടെ ചാന്ദിനി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു സുഭാഷ്. തന്റെ അനുജന്മാർക്ക് വേണ്ടിയാണ് താൻ വീട് വിട്ട് ഇറങ്ങിയതെന്നും അവർ തന്നെ മറന്ന് സന്തോഷമായി ജീവിക്കുമെന്നും സുഭാഷ് ചാന്ദിനിയോട് പറയുന്നത് സുധീഷ് കേട്ടു പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സുധീഷ് ആകട്ടെ അവര് ജീവിച്ചു തുടങ്ങി സുഭാഷ് ഏട്ടാ എന്ന് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വിളിച്ച് സുഭാഷിന്റെ മുന്നിലേക്ക് അങ്ങനെ വന്നപ്പോ സുഭാഷ് ഞെട്ടി പോവുകയാണ്. രാവിലെ മുതൽ തങ്ങൾ ഭ്രാന്ത് പിടിച്ചതുപോലെ തിരയുമ്പോൾ ഇനി ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് സുധീഷ് പൊട്ടിക്കരഞ്ഞു. സത്യം മറച്ചു വെച്ചതിന് അവിനാഷിനോടും സുധീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ അനുജന്മാരുടെ നല്ലതിന് വേണ്ടിയാണ് മാറിയതെന്ന് സുഭാഷ് പറഞ്ഞെങ്കിലും ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് എന്ത് നല്ല ജീവിതമാണുള്ളതെന്ന് ചോദിച്ച് സുഭാഷിന്റെ മുന്നിൽ വിതുമ്പി കരയുകയാണ് സുധീഷ്. അങ്ങനെ അവിനാഷിന്റെ വീട്ടിൽ വെച്ച് സുഭാഷിനെ കണ്ടുമുട്ടിയ സുധീഷ് സങ്കടം സഹിക്കാനാവാതെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. ഏട്ടനില്ലാതെ ഞങ്ങളുടെ ജീവൻ പോയതുപോലെയായിരുന്നു. ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ഉപേക്ഷിച്ച് പോരാൻ ഏട്ടൻ എങ്ങനെ തോന്നി? അങ്ങനെ ചോദിച്ച് സുധീഷ് വിതുമ്പുമ്പോൾ തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റോർത്ത് സുഭാഷും കരഞ്ഞു പോവുകയാണ് കേട്ടോ. ഇനി തങ്ങളെ വിട്ടു പോകില്ലെന്ന് സുഭാഷിനെ കൊണ്ട് സത്യം ചെയ്യിച്ച ശേഷം സുധീഷ് ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് നിധിയെ ഈ വിവരം അറിയിച്ചു. ഏട്ടനെ കിട്ടിയെന്ന വാർത്തയറിഞ്ഞ് നിധിയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അതിനുശേഷം അവിനാഷിനോടും ചാന്ദിനിയോടും എല്ലാം യാത്ര പറഞ്ഞ് സുഭാഷിനെയും കൂട്ടി സുധീഷ് ബൈക്കിൽ കിളിക്കൂട്ടിലേക്ക് മടങ്ങി. അവര് മുറ്റത്തെത്തിയപ്പോഴേക്കും നിധി സന്തോഷത്തോടെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഏട്ടനെ കണ്ടതും നികേഷും ഹരീഷും ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. തങ്ങളുടെ സ്നേഹത്തെക്കാൾ ഏട്ടൻ വില നൽകിയത് ജോത്സ്യന്റെ വാക്കുകൾക്കാണോ എന്ന് ഹരീഷ് സുഭാഷിനോട് സങ്കടത്തോടെ ചോദിച്ചു. ഇനി എങ്ങും പോകില്ലെന്ന് ഉറപ്പു നൽകി സുഭാഷ് തന്റെ അനിയന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ സമയം ഭാസ്കരൻ സൈക്കിളിൽ അങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. തെറ്റുകാരനെ പോലെ അച്ഛന് മുന്നിൽ ചെന്ന് സുഭാഷ് സംസാരിക്കാൻ തുടങ്ങിയതും ദേഷ്യം അടക്കാനാവാതെ ഭാസ്കരൻ സുഭാഷിന്റെ കരണത്തടിച്ചു. ഈ രംഗം കണ്ട് വീട്ടിലുള്ളവരെല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. തുടർന്ന് ഭാസ്കരൻ തന്റെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒക്കെ പുറത്തെടുത്തുകൊണ്ട് പറയുകയാണ്, നാട്ടുകാർ എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞിട്ടും ഞാൻ ഈ നാടും വീടും വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോടാ. പറയുന്നവരെല്ലാം 1000 കാര്യങ്ങൾ പറയും, പക്ഷേ നമ്മൾ ശരിയാണോ എന്ന് നമ്മുടെ മനസാക്ഷിക്കല്ലേ അറിയേണ്ടത്. ഏതോ ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞത് കേട്ട് പാതിരാത്രിക്ക് വീട് വിട്ടിറങ്ങാൻ നിനക്ക് എങ്ങനെയാടാ തോന്നിയത് എന്ന് ചോദിച്ച് ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഏതായാലും അച്ഛന്റെ അടി കൊണ്ട സുഭാഷിനെ അനിയന്മാരെല്ലാവരും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. രാവിലെ മുതൽ വീട്ടിലാരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിധി എല്ലാവർക്കും വെള്ളവും എടുത്തു നൽകി. താൻ കാരണം കുടുംബം മുഴുവൻ പട്ടിണി കിടന്നു തോർത്ത് സുഭാഷ് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. പെട്ടെന്ന് സുഭാഷിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷ് ചിരിക്കാൻ തുടങ്ങി. നമ്മളിവിടെ പട്ടിണി കിടന്ന് തിരയുമ്പോൾ സുഭാഷ് ഏട്ടൻ അവിനാഷിന്റെയും ചാന്ദിനിയുടെ വീട്ടിലിരുന്ന് ചപ്പാത്തി കഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ചാന്ദിനി ചപ്പാത്തി ഉണ്ടാക്കി തന്നത് ശരിയാണെന്നും പക്ഷെ അനിയന്മാരെ ഓർത്ത് തനിക്കത് കഴിക്കാൻ തോന്നിയില്ലെന്നും സുഭാഷ് തിരുത്തി. ഞാൻ അല്പം വൈകിയിരുന്നെങ്കിൽ ഏട്ടൻ ഒരു 4 ചപ്പാത്തിയെങ്കിലും തട്ടിയേനെ, വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് സുധീഷ് കളിയാക്കി പറഞ്ഞപ്പോൾ വീട്ടിലെ ആ സങ്കട അന്തരീക്ഷം പതുക്കെ മാറി. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തത് കൊണ്ടാണ് താൻ അവിനാഷിന്റെ വീട്ടിലേക്ക് അഭയം തേടി പോയതെന്ന് സുഭാഷ് ആ സമയത്ത് പറയുന്നുണ്ട്. ഏട്ടൻ പോയാൽ ഞങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമെന്നാണോ കരുതിയതെന്ന് ഹരീഷ് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ നികേഷ് തങ്ങൾ അനുഭവിച്ച നെട്ടോട്ടം ഓർത്തെടുത്തു. കോളേജിൽ പോകാതെയും ജോലിക്ക് പോകാതെയും സുഭാഷ് ഏട്ടനെ തിരഞ്ഞ് അവര് തിരുവനന്തപുരം മുഴുവൻ അലയുകയായിരുന്നു. അനിയന്മാർ ഇത്രത്തോളം തളർന്നു പോകുന്ന താൻ കരുതിയില്ലെന്ന് സുഭാഷും സമ്മതിച്ചു. എന്തായാലും താൻ കാരണം കുടുംബം മുഴുവൻ പട്ടിണി കിടന്നു തോർത്ത് സുഭാഷ് സങ്കടപ്പെട്ടപ്പോൾ ഹരീഷ് പുറത്തുപോയി എല്ലാവർക്കുമായിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. ഒടുവിൽ ഭാസ്കരനും അവർക്കൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു.
അതിനുശേഷം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ നികേഷിന് സുഭാഷ് ഏട്ടൻ വീണ്ടും പോയോ എന്നൊരു ഭയമുണ്ടായിരുന്നു. എന്നാൽ താൻ ഇനി എങ്ങോട്ടും പോകില്ലെന്ന് അടുക്കളയിൽ നിന്നും സുഭാഷ് അവന് ഉറപ്പു നൽകി. സുഭാഷിനെ വീണ്ടും കാണാതിരിക്കാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരുന്ന അനുജന്മാരുടെ സ്നേഹം അയാളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഈ സമയം സുധീഷും ഹരീഷും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും സാധനങ്ങളും വാങ്ങി വീട്ടിലെത്തി. പച്ചക്കറി വാങ്ങാൻ പോകുന്ന വഴി ഏട്ടൻ വീണ്ടും ഓടിപ്പോയാലോ എന്ന് ഹരീഷ് തമാശയായി പറഞ്ഞപ്പോൾ സുഭാഷിന് ചെറിയൊരു കുറ്റബോധം തോന്നി. ഇതിനിടയിൽ സുഭാഷിനെ കാണാതായ വാർത്തയറിഞ്ഞ് വലിയച്ഛനും അമ്മായിയും വീട്ടിൽ വന്ന് അന്വേഷിച്ച കാര്യം നികേഷും നിധിയും അവനോട് പറഞ്ഞു. വർഷങ്ങളായി തങ്ങളോട് അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്തിയത് സുഭാഷിന് വലിയ ആശ്വാസമായി. എങ്കിലും ജോത്സ്യൻ പറഞ്ഞ് ആ സ്ത്രീദോഷവും ശാപവാക്കുകളും സുഭാഷിന്റെ മനസ്സിനെ വീണ്ടും അശാന്തമാക്കിക്കൊണ്ടിരുന്നു. താൻ കാരണം അനിയന്മാരുടെ ഭാവി തകരാതിരിക്കാൻ തൽക്കാലം മാറി താമസിക്കാമെന്ന തീരുമാനം സുഭാഷ് വീണ്ടും മുന്നോട്ട് വച്ചു. എന്നാൽ സുധീഷിനും ഹരീഷിനും അതിനൊരു തന്ത്രപരമായ പരിഹാരമുണ്ടായിരുന്നു. ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കാൻ അവർ 4 പ്രശസ്തരായ ജ്യോത്സ്യന്മാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. 4 പേരും ഒരേപോലെ ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ സുഭാഷ് ഏട്ടന് വീട് മാറി താമസിക്കാം. എന്നാൽ ദോഷമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന വ്യവസ്ഥയിൽ സുഭാഷും സമ്മതിച്ചു. പറഞ്ഞതുപോലെ തന്നെ സുധീഷും ഹരീഷും 4 ജ്യോത്സ്യന്മാരെയും കൂട്ടി ഓട്ടോയിൽ വീട്ടിലെത്തി. ഇത്രയും പേരെ ഒരുമിച്ച് കണ്ട ഭാസ്കരൻ വീട്ടിലെന്താ ഗണപതി ഹോമം നടത്താൻ പോവുകയാണോ എന്ന് ചോദിച്ചെങ്കിലും സുഭാഷിന്റെ മനസ്സിലെ ഭയം മാറ്റാനാണ് ഇവരെ എല്ലാം കൊണ്ടുവന്നതെന്ന് സുധീഷ് ഭാസ്കരനെ അറിയിക്കുന്നു. ജ്യോത്സ്യന്മാർ പരസ്പരം ചർച്ച ചെയ്യാതിരിക്കാൻ ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ച് ജാതകം നോക്കിക്കാനായിരുന്നു സുധീഷിന്റെ തീരുമാനം. ആദ്യത്തെ ജ്യോത്സ്യന് സുഭാഷിന്റെ ജാതകം നോക്കിയ ഉടനെ കണ്ണു തള്ളിപ്പോയി. ഇയാൾ ഒരു കോടീശ്വരനാകേണ്ട ജാതകക്കാരനാണെന്നും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഉത്തമ ജാതകം കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സുഭാഷിന് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഉണ്ടാകേണ്ട സമയമായില്ലേ എന്ന് ജ്യോത്സ്യൻ ചോദിച്ചപ്പോൾ വീട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. താൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് സുഭാഷ് ആണയിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ ഭാസ്കരൻ പോലും സുഭാഷിനെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് മഹാലക്ഷ്മി വരാൻ പോവുകയാണെന്നും 1 മാസത്തിനകം കല്യാണം നടക്കുമെന്നും പറഞ്ഞ് കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താൻ നിർദ്ദേശിച്ചാണ് ആദ്യത്തെ ജ്യോത്സ്യൻ മടങ്ങിയത്. തുടർന്ന് രണ്ടാമത്തെ ജ്യോത്സ്യൻ ജാതകം പരിശോധിച്ചു. സുഭാഷിന് ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെടുമെന്ന് കൃത്യമായി പറഞ്ഞ ആ ജ്യോത്സ്യൻ വരാൻ പോകുന്ന ഭാര്യ ഒരമ്മയെപ്പോലെ അവനെ നോക്കുമെന്നും പ്രവചിച്ചു. 2026 തന്നെ കല്യാണം നടക്കുമെന്നും ആദ്യം ഒരു ആൺകുട്ടിയും പിന്നീട് ഇരട്ട പെൺകുട്ടികളും ഉണ്ടാകുമെന്നും ആ ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ സുധീഷ് അത് ഡബിൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് സുഭാഷിനെ കളിയാക്കി. 4-5 വലിയ വീടുകൾ സുഭാഷ് പണിയുമെന്നും ഈ ജാതകത്തിന് യാതൊരുവിധ പെൺദോഷവും ഇല്ലെന്നും രണ്ടാമത്തെ ജ്യോത്സ്യനും സാക്ഷ്യപ്പെടുത്തുകയാണ് കേട്ടോ. മൂന്നാമത്തെ ജ്യോത്സ്യം വന്നപ്പോൾ ചെറിയൊരു ദോഷം പ്രവചിച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, സുഭാഷിന്റെ 3-ാം ക്ലാസ്സിലെ സർപ്പദോഷമായിരുന്നു. കുട്ടിക്കാലത്ത് വീട്ടിൽ വന്ന പാമ്പിനെ തല്ലിക്കൊന്ന കാര്യം സുഭാഷ് ഓർത്തെടുത്തപ്പോൾ അതിനുള്ള പരിഹാരവും കുടുംബക്ഷേത്രത്തിലെ വഴിപാടാണെന്ന് ആ ജ്യോത്സ്യൻ വ്യക്തമാക്കി. ഒടുവിൽ 4-ാമത്തെ ജ്യോത്സ്യനും സുഭാഷിന് ഇപ്പോൾ ഗുരുദോഷമാണെന്നും അത് മാറുന്നതോടെ വടക്ക് ദിശയിൽ നിന്നും തങ്കം പോലൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമെന്നും പ്രവചിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം കുലദൈവത്തെ മറന്നതാണെന്ന് 4 പേരും ഒരുപോലെ പറഞ്ഞു. പിന്നീട് ജ്യോത്സ്യന്മാർക്കെല്ലാം ദക്ഷിണ നൽകിയ ശേഷം അവരെ തിരികെ കൊണ്ടുവിടാൻ സുധീഷ് ഭാസ്കരനെയാണ് ചുമതലപ്പെടുത്തിയത്. ജ്യോത്സ്യന്മാരുടെ പ്രവചനം കേട്ടതോടെ സുഭാഷിന്റെ മനസ്സിലെ ഭയമെല്ലാം മാറി മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഓരോരുത്തരും ഓരോ കഥയാണ് പറഞ്ഞതെന്നും ഒരാൾ പോലും സ്ത്രീദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും സുധീഷ് സുഭാഷിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നാൽ 4 ജ്യോത്സ്യന്മാരും ഒരേപോലെ പറഞ്ഞ ആ ഒരു കാര്യം നിധി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കുടുംബക്ഷേത്രത്തിലെ വഴിപാടായിരുന്നു. എന്നാൽ തങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് സുഭാഷിനോ സുധീഷിനോ ഹരീഷിനോ നികേഷിനോ ഒന്നും അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്താണ് ജനിച്ചതെങ്കിലും ഇന്നുവരെ അവർ കുലദൈവത്തെ തേടി പോയിട്ടില്ല. തങ്ങളുടെ കുടുംബത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് നിധിയോട് സംസാരിക്കുമ്പോൾ സുധീഷിന്റെ ശബ്ദം ഇടറി. അച്ഛൻ അമ്മയെ കൊന്നത് എന്തിനാണെന്നോ നികേഷിന്റെ അമ്മ എവിടെ പോയെന്നോ പോലുമുള്ള വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ വീട്ടിൽ അവർക്കറിയാത്ത മറ്റൊരു കാര്യമായി കുലദൈവവും മാറി. ഒടുവിൽ പുറത്തിരുന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്ന ഭാസ്കരനെ നിധി അകത്തേക്ക് വിളിച്ചുകൊണ്ട് നിന്ന് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് തിരക്കി. എന്നാൽ എന്ത് കുടുംബക്ഷേത്രം, അതൊക്കെ ആർക്കറിയാം എന്നതായിരുന്നു ഭാസ്കരന്റെ മറുപടി. സ്വന്തം നാടും പൂർവികരും എവിടെയാണെന്ന് നിധി ആവർത്തിച്ച് ചോദിച്ചെങ്കിലും തനിക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് എനി ക്വസ്റ്റ്യൻസ് എന്നും ചോദിച്ച് ഭാസ്കരൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അച്ഛന്റെ ഈ പെരുമാറ്റം നിധിയെ അത്ഭുതപ്പെടുത്തിയെങ്കിലും എങ്ങനെയെങ്കിലും കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ പോകാൻ തന്നെ നിധി തീരുമാനിക്കുകയാണ്. അങ്ങനെ സുഭാഷിന്റെ ജാതകദോഷം വെറും നുണയാണെന്ന് തെളിഞ്ഞെങ്കിലും കിളിക്കൂട് കുടുംബത്തിന്റെ വരും ദിനങ്ങൾ ഇനി കുലദൈവത്തെ തേടിയുള്ള യാത്രയിലായിരിക്കും. ഭാസ്കരൻ ഒളിച്ചു വയ്ക്കുന്ന ആ വലിയ കുടുംബരഹസ്യവും വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ കൂടുതൽ വിശേഷങ്ങളിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്